പുലികേശൻ നായർക്കും സുരേന്ദ്രനും ഒക്കെ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ? ഇല്ല, കേസ് രജിസ്റ്റർ ചെയ്യാത്തോണ്ട് പ്രശ്നമൊന്നും ഉണ്ടാവാൻ വഴിയില്ല. അവരെ തിരിച്ചെടുക്കും. പാവം, ആ ശങ്കരന്റെ വീട്ടുകാരുടെ കാര്യ കഷ്ടം. അത് ശരിയാ, ആ അമ്മയ്ക്കും പെങ്ങന്മാർക്കും അതൊരു വലിയ നഷ്ടമായി. ഞങ്ങളെ കൊണ്ട് കഴിച്ചാ കഴിയണ സഹായം ചെയ്യണമെന്നാ കരുതിയിരിക്കണത്. എന്നാ വലിയ കാര്യമായി സാർ. ആ പാവപ്പെട്ട കുടുംബം ആ പയ്യനെ വിശ്വസിച്ചാ ജീവിച്ചിരുന്നത്. അമ്മയും മുത്തശ്ശിയും അതന്നാ പറയണത്. മതി, നിങ്ങൾ അവരെ സഹായിക്കാമെന്ന് പറഞ്ഞ കാര്യം പുലികേശൻ നായരോട് പറഞ്ഞ് ഞങ്ങൾ തന്നെ അവരെ അറിയിക്കാം. എല്ലാം വിധിയായിരിക്കാം. എന്നാലും നമ്മുടെ കുട്ടി അതിനൊരു നിമിത്തായി എന്ന് വിചാരിക്കുമ്പോ വലിയ സങ്കടമുണ്ട്. ശരി, ഓക്കെ, താങ്ക് യു. ഇതൊക്കെ കാണുമ്പോ ഇനി എന്തിനാ ജീവിച്ചിരിക്കണേന്ന് തോന്നുക. ആയുസ് ഒടുങ്ങും വരെ നമ്മൾ ജീവിച്ചിരുന്നേ പറ്റൂ. പലരും സ്വയം ജീവൻ ഒടുക്കിയിട്ടാ ആ ആത്മാക്കൾ ഇങ്ങനെ ഓരോരോ രൂപങ്ങളെടുത്ത് ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് ലോകത്തിന് ഉപദ്രവം ചെയ്യണത്രേ. കാളിക്കുട്ടിയെ, ആരാ അടുക്കളയിൽ ഒരു സ്ത്രീയെ കണ്ടത്? അതെ, നമ്മുടെ ആ മീനിക്കുട്ടി തിന്ന ശങ്കരന്റെ. എന്താ? അതെ, പോലീസ് സ്റ്റേഷനിൽ മരിച്ചില്ലേ ആ പയ്യൻ, ശങ്കരന്റെ തള്ളയാ അമ്മാളു. അവർക്കുണ്ടായ അനുഭവം ഇനി വേറെ ആർക്കും ഉണ്ടാവരുതേന്ന് വിചാരിച്ചിട്ടാ ഈ പൂജയ്ക്ക് വേണ്ടി ഇത്ര ഉത്സാഹിക്കുന്നത്. നാട്ടുകാർക്കൊക്കെ എന്തൊരു ഉത്സാഹമാ, അവരുടെ സ്വന്തം കാര്യം മാതിരിയാ. വെള്ളിയാഴ്ച സന്ധ്യക്ക് അവളെ നേരിൽ കണ്ടവരാ അവിടുത്തെ ഒട്ടുമുക്കാലും ആൾക്കാര്. ഞാൻ അടുക്കള വരെ ഒന്ന് പോയിട്ട് വരട്ടെ, അവിടെ അമ്മാളു മാത്രമേ ഉള്ളൂ. വീരരാഘവ മേനോൻ ശ്രദ്ധിച്ചോ? ആളുകൾ അവർക്കാണ് നിങ്ങളെക്കാൾ ഈ യക്ഷിയെ ഒഴിപ്പിക്കേണ്ട ആവശ്യം. ഇത്രയും ആളുകള് ഈ വിവരം എങ്ങനെ അറിഞ്ഞു എന്നാ എനിക്ക് മനസ്സിലാവാത്തത്. ഇവരെല്ലാം ആ മരിച്ച ശങ്കരന്റെ കൂടെ മിനിക്കുട്ടിയെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ആക്കിയവരാണ്. ശങ്കരന്റെ അമ്മ അമ്മാളുമാണ് അടുക്കളയിൽ സഹായത്തിനുള്ളത്. സ്വന്തമാമേ, പൂജ കഴിഞ്ഞാൽ എന്റെ മിനിക്ക് പിന്നെ ഇങ്ങനത്തെ ദോഷമൊന്നും ഉണ്ടാവില്ലല്ലോ. മോനെ, പൂജ കഴിഞ്ഞാലേ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റൂ. ഈ കാപ്പി കുടിക്കൂ. വേണ്ട, എനിക്ക് എന്തോ ഒരു വിമിട്ടം പോലെ, ഒന്നും ചെല്ലണില്ല. ഇതാരാന്നറിയൂ? പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് രാവിലെ മരിച്ചു കിടക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞില്ലേ ശങ്കരൻ, അവന്റെ അമ്മയാ അമ്മാളു. അതെ മോളെ, എന്റെ ഏക ആശ്രയായിരുന്നു എന്റെ മോൻ ശങ്കരൻ. എല്ലാരും പറയുന്ന പോലെ എന്റെ മോള് കൊന്നിട്ടുണ്ടാവില്ല. നിങ്ങളുടെ മോൻ ഭയന്ന് മരിച്ചതായിരിക്കും. എന്റെ മിനിക്കുട്ടിക്ക് ഒരു ഉറുമ്പിനെ പോലും കൊല്ലാൻ കഴിയില്ല. അതിന് മിനിക്കുട്ടി കൊന്നു ആരും പറയണില്ല മോളെ. ഏതോ ഒരു ശക്തി ആ കുട്ടിയെ കൊണ്ട് എന്തൊക്കെയോ ചെയ്യിപ്പിക്കണു. ശ്രീ, അവര് പറയുന്നത് ശരിയാണ്. പലരും പറഞ്ഞു വരുമ്പോ അവരവരുടെ ഭാവനയ്ക്കനുസരിച്ച് കൂട്ടിയും കുറച്ചും പറയുന്ന തന്നെ കരുതുക. എന്നാലും നമ്മുടെ മിനിക്കുട്ടിക്ക് ഒറ്റയ്ക്ക് വീട് വിട്ടു പോവാനും ഒരു രാത്രി മുഴുവൻ പാലച്ചോട്ടിൽ തനിയെ കിടന്നുറങ്ങാനും കഴിഞ്ഞു എന്നത് സത്യമല്ലേ? തിരിച്ചു വന്ന് നമ്മളെ കണ്ട നിമിഷം മുതൽ ഒരു തുള്ളി വെള്ളം കൂടി കുടിക്കാഞ്ഞിട്ടും ഒരു ക്ഷീണം അവൾക്കില്ലെന്നതും നമുക്കറിയില്ലേ? മാത്രമല്ല, അവളുടെ മുഖത്ത് നോക്കാനും അവളോട് പഴയ മിനിക്കുട്ടിയോട് പെരുമാറുന്നത് പോലെ അടുത്തിടപഴകാനും ശ്രീക്ക് പോലും ഇപ്പൊ ഭയമല്ലേ? ശ്രീ, തണ്ടമ്മ വെളുപ്പാങ്കാലത്ത് വീട്ടിൽ വന്ന് കയറിയതും നമ്മൾ പുറത്തുനിന്ന് ഓടാമ്പലിട്ട മുറി തനിയെ തുറന്ന് അവള് പുറത്തു വന്നതും നമ്മുടെ കണ്ണിന് മുമ്പ് നടന്നതല്ലേ? ഗർഭം ധരിക്കാനോ പ്രസവിക്കാനോ ഭാഗ്യമില്ലാതിരുന്ന എനിക്ക് വീണ് കിട്ടിയ നിധിയായിരുന്നു സൗദാമിനി. ഓം ശാന്തി ശാന്തി ശാന്തി. സഹനവതു സഹനോ ഭുനക്തു.
ഇരിക്കാൻ മര്യാദയ്ക്ക് പറഞ്ഞത് കേൾക്ക്. ഇനി ഞാൻ ഉപദ്രവം ചെയ്യില്ല. എന്നെ നശിപ്പിക്കരുത്. എത്രയോ അവസരങ്ങൾ നിനക്ക് തന്നു. നീ ആവശ്യമില്ലാതെ ഉപദ്രവിക്കാൻ ഓടി നടന്നു. എന്നെ വിളിച്ചവരുടെ കൂടെ മാത്രമേ ഞാൻ പോയിട്ടുള്ളൂ. നിനക്കിരിക്കാൻ സ്ഥലവും കാലാകാലം പൂജകളും തന്നുകൊണ്ടിരിക്കുന്ന ഈ കുടുംബം തന്നെ നശിപ്പിക്കുകയല്ലേ നീ ചെയ്തത്? ഇനി ഞാൻ ഉപദ്രവിക്കില്ല. നീ ഇരിക്കാൻ. എന്നെ നശിപ്പിക്കില്ല എന്ന് സത്യം ചെയ്ത ഞാൻ ഇരിക്കാം. ഞാൻ സത്യം ചെയ്തില്ലെങ്കിലും നീ ഇരിക്കും. ഞാൻ ഇരുത്തും. ദമു, ആ കളത്തിൽ ദർഭവിരിക്കൂ. ശരി. രാമനായരെ, എന്നെ നശിപ്പിച്ചാൽ നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. എന്നെ നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങളെ ഞാൻ ശപിക്കും. ഇനി ഒരിക്കലും നിങ്ങൾക്ക് ഈ മന്ത്രങ്ങൾ പ്രയോഗിക്കാൻ പറ്റില്ല. ഞാനും അത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ലോക നന്മയ്ക്ക് വേണ്ടി ലോകോപദ്രവിയായ നിന്നെ ഇല്ലാതാക്കിയാൽ പിന്നെ ഞാനും ഈ മന്ത്രങ്ങൾ ഉപയോഗിക്കില്ല. അതിന് നിന്റെ അനുവാദം വേണ്ട. കഥ പറയാതെ ഇരിക്കവിടെ. അതോ ഇരുത്തുന്നത് കാണണോ? ഇരിക്കവിടെ. ഗുരുനാഥ, എന്നെ രക്ഷിക്കണേ. ഗുരുനാഥൻ എവിടെ പോകാൻ പറഞ്ഞാൽ ഞാൻ പോയിക്കോളാം. നിന്നെ എനിക്കറിയില്ലേ. നിന്റെ പിത്തലാട്ടം ഒന്നും എന്റെ അടുത്ത് വേണ്ട. ഉരുളയിലിരിക്കുന്ന ഗുരുതി എടുത്ത് കുടിക്കാൻ. വേണ്ട, വേണ്ട. എടുക്ക. എന്റെ മിനിക്കുട്ടി രക്ഷിക്കുന്നു വെച്ചിട്ടാ ഞാൻ തന്നമാമയെ തെരഞ്ഞു വന്നത്. അവള് ജനിച്ച അന്ന് മുതൽ ആരെങ്കിലും കൊല്ലുമെന്ന് ഭയന്ന് അവൾക്ക് വേണ്ടി ഞാൻ എത്ര ദിവസം ഉറക്കഴിഞ്ഞ് കാത്തിരുന്നു അറിയൂ. നിന്റെ മിനിക്കുട്ടിയായിരിക്കാം. പക്ഷേ അവളുടെ ജനനം മുതൽ സകലരും അവളെ ഭയപ്പെട്ടാ ജീവിച്ചത്. നീ അന്ന് കൊച്ചുകുട്ടിയായതുകൊണ്ട് അതിന്റെ ഗൗരവം അറിയാതെ പോയി. ഇന്നിതേപോലൊരു കുട്ടി ജനിച്ച നിമിഷം നിന്നെ നോക്കി ചിരിച്ചാൽ നീ അതിനെ ഭയപ്പെടില്ലേ മോനെ? എന്റെ മോള് അവൾക്കൊന്നതോ അവളെ കണ്ട് ഭയപ്പെട്ടിട്ടോ എന്തോ? ഒരു ചെറുപ്പക്കാരൻ മരിച്ചു എന്നത് സത്യമല്ലേ? അത് ഈ ലോകം മുഴുവൻ ബോധ്യമായതല്ലേ? അവളെ ആരെങ്കിലും വിവാഹം ചെയ്യുന്നത് പോയിട്ട് ഒന്ന് നോക്കാൻ പോലും ധൈര്യപ്പെടുവോ? ജനിച്ചെന്നു മുതൽ ജീവനേക്കാൾ സ്നേഹിച്ച നിനക്ക് പോലും ഇന്നലെ മുതൽ അവളോട് ഒരുതരം ഭയമല്ലേ തോന്നിയത്? നീ പറഞ്ഞ മാതിരി ആരും അവളെ കൊല്ലാതിരിക്കാൻ പെറ്റമ്മയേക്കാൾ അവളെ രാവും പകലും സൂക്ഷിച്ചു വളർത്തിയ ഈ ശ്രീദേവി പോലും അവസാനം അവളെ ഒന്ന് നോക്കാൻ ഭയപ്പെട്ടു. അവൾ മരിച്ചതുകൊണ്ട് ഇനിയും നിങ്ങൾ അവളെ സ്നേഹിക്കും. പക്ഷെ ജീവിച്ചിരുന്നാൽ തീർച്ചയായും അവളെ ഈ ലോകർ മാത്രമല്ല നീയും നിന്റെ അമ്മയും കൂടെ ഭയപ്പെടും. അവളിപ്പോൾ ഭാഗ്യവതിയാണ്. എല്ലാവരാലും വെറുക്കപ്പെട്ട് സ്വയം ജീവനൊടുക്കി ഇനിയൊരു ശപിക്കപ്പെട്ട ജന്മത്തിനു വേണ്ടി കാത്തു നിൽക്കാതെ അവൾ ജീവൻ മുക്തിയായല്ലോ. തന്തമ്മ, വേറെ ഒരു വഴിയില്ലേ? ഉണ്ട്. ഇനിയും നിങ്ങൾ അവളെ സ്നേഹിക്കുമെങ്കിൽ, ഈ സൗദാമിനിയെ നിറഞ്ഞ മനസ്സോടെ നിങ്ങൾ സ്വീകരിക്കുമെങ്കിൽ എങ്കിലൊരു വഴിയുണ്ട്. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു എന്താണ് എന്റെ ജീവിത ലക്ഷ്യമെന്ന്. ഹരിദ്വാറിലും ഋഷികേശിലും ഹിമാലയം പ്രാന്തങ്ങളിലും കന്യാകുമാരി വരെ ഭാരതം മുഴുവൻ നടന്നിട്ടും എനിക്കത് ഇപ്പോഴാണ് മനസ്സിലായത്.
മിനിക്കുട്ടി